മകരവിളക്ക് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിക്കും തിരക്കുമുണ്ടാകാതെ ഭക്തർ സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മകരവിളക്ക് ദർശിക്കാൻ 2 ലക്ഷത്തോളം ഭക്തരെയാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മകരവിളക്ക് ദിനത്തിൽ വെർച്വൽ ക്യൂ വഴി 40,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 1000 പേർക്കും മാത്രമാകും പ്രവേശനം. 10 മണി മുതൽ പമ്പയിലേക്ക് വാഹനവും 12 മണി കഴിഞ്ഞാൽ ഭക്തരെയും കടത്തിവിടില്ല. 5:30 തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വീകരിച്ചാനയിക്കും. ദേവസ്വം മന്ത്രി VN വാസവനൊപ്പം തമിഴ്നാട് ദേവസ്വം മന്ത്രിയും ചേർന്നാകും തിരുവാഭരണം കൊടിമരച്ചുവട്ടിൽ സ്വീകരിക്കുക. മകരവിളക്കിന് ശേഷം മറ്റന്നാൾ രാവിലെ 6 മണി കഴിഞ്ഞു മാത്രമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. 15 രാവിലെ 11 മണിക്ക് ശേഷം മാത്രമേ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകൂ. തിരുപ്പതി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മകരവിളക്ക് കണ്ട് മലയിറങ്ങുമ്പോൾ തിക്കും തിരക്കുമുണ്ടാക്കാതെ ഭക്തർ സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്നും PS പ്രശാന്ത് അറിയിച്ചു. മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ടാവും. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ നാളെ ഉച്ചയ്ക്ക് 12-ന് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. മകരവിളക്കിന് ശേഷം ജ്യോതി ദർശനം കഴിഞ്ഞ് പമ്പയിലേക്കും മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കുന്നതിനൊപ്പം തന്നെ സ്വയം നിയന്ത്രിച്ചും സഹകരിച്ചാൽ മാത്രമേ വനപാതയിലൂടെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 17 വരെയാണ് തിരുവാഭരണം ചാർത്തി ദർശനമുണ്ടാവുക. 19-ന് ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. 20-ന് നടയടയ്ക്കും. അമൃത ന്യൂസ്, സന്നിധാനം.